തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയമെന്ന് പറയുന്നത് വെറും പ്രസംഗങ്ങളോ വാഗ്ദാനങ്ങളോ അല്ല, അത് ഡേറ്റയുടെയും തന്ത്രങ്ങളുടെയും ഒരു കളിയാണ്. ആധുനിക കാലത്ത് ഒരു തിരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് ഡേറ്റ ഉപയോഗിച്ച് നേരിടുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്കിന്ന് ഒരൊറ്റ നിയമസഭാ മണ്ഡലത്തിലേക്ക്, അതിന്റെ ഉള്ളറകളിലേക്ക് തന്നെ ഒന്ന് യാത്ര ചെയ്യാം. നമ്മളിന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വണ്ടൂർ മണ്ഡലത്തിലാണ്. അതെ, നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിന്റെ വലിയ ക്യാൻവാസിൽ നിന്ന് സൂം ചെയ്ത് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ഒരു പ്രത്യേക നിയമസഭാ മണ്ഡലത്തിലേക്ക് വരികയാണ്. വണ്ടൂർ സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ പല പ്രധാന ചലനങ്ങളും പ്രതിഫലിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണിത്. നമ്മുടെ ഈ വിശകലനത്തിനൊരു ഘടനയുണ്ട്. നമ്മൾ ആദ്യം വണ്ടൂരിന്റെ അടിസ്ഥാന സ്വഭാവം മനസ്സിലാക്കും, പിന്നെ ഡേറ്റ നൽകുന്ന സൂചനകൾ പരിശോധിക്കും, ജനവിധിയുടെ കാരണങ്ങൾ കീറിമുറിക്കും, അതിൽ നിന്നൊരു തന്ത്രം രൂപപ്പെടുത്തും, അവസാനം ജനങ്ങൾക്കു വേണ്ടിയുള്ളൊരു കർമ്മപദ്ധതിയിൽ എത്തിച്ചേരും. ഇതൊരു വഴികാട്ടി പോലെ നമുക്ക് ഉപയോഗിക്കാം. ശരി, നമുക്ക് തുടങ്ങാം. ഏതൊരു രാഷ്ട്രീയ വിശകലനത്തിന്റെയും ആദ്യപടി അവിടത്തെ മണ്ണിനെയും മനുഷ്യരെയും അവരുടെ പ്രശ്നങ്ങളെയും അടുത്തറിയുക എന്നതാണ്. വണ്ടൂരിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ പശ്ചാത്തലം എന്താണെന്ന് നമുക്ക് നോക്കാം. വണ്ടൂരിന് അതിൻ്റേതായ ചില പ്രത്യേകതകളുണ്ട്. ഇതൊരു പട്ടികജാതി സംവരണ മണ്ഡലമാണ്. പക്ഷേ ഇവിടത്തെ ജനസംഖ്യയിൽ മുസ്ലിം, പിന്നോക്ക ഹിന്ദു വിഭാഗങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ ഇത് മലയോര മേഖലയാണ്, വനപ്രദേശങ്ങളൊക്കെയുണ്ട്. ഏറ്റവും പ്രധാനം, 1977 മുതൽ ഇന്നുവരെ ഇത് കോൺഗ്രസിന്റെ ഒരു ഉറച്ച കോട്ടയാണ്. പക്ഷേ ഈ രാഷ്ട്രീയ ചരിത്രത്തിനപ്പുറം സാധാരണക്കാരുടെ ജീവിതത്തിൽ ഇന്ന് വലിയ സമ്മർദ്ദങ്ങളുണ്ട്. നിങ്ങൾക്കറിയാമോ ഓരോ ദിവസവും അവർ നേരിടുന്നത് എന്തൊക്കെയാണെന്ന്? കുതിച്ചുയർന്ന സാധനങ്ങളുടെ വില, പഠിച്ചിറങ്ങുന്ന ചെറുപ്പക്കാർക്ക് ജോലിയില്ലായ്മ, പിന്നെ എപ്പോൾ വേണമെങ്കിലും കാട്ടാനയോ മറ്റു വന്യമൃഗങ്ങളോ ഇറങ്ങിവരുമോ എന്ന ഭയം. ഇവയാണ് ഇവിടുത്തെ യഥാർത്ഥ സംസാര വിഷയങ്ങൾ. അപ്പോ ജനങ്ങളുടെ വികാരങ്ങൾ നമ്മൾ കണ്ടു. ഇനി സംഖ്യകൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. താഴെത്തട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏതൊരു രാഷ്ട്രീയ തന്ത്രജ്ഞനും ശ്രദ്ധിക്കേണ്ട 3 പ്രധാനപ്പെട്ട സിഗ്നലുകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. 6 ലക്ഷം. ഇതൊരു ചെറിയ സംഖ്യയല്ല. മലപ്പുറം ജില്ലയിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത് ജോലിക്കായി കാത്തിരിക്കുന്നവരുടെ ഏകദേശ കണക്കാണിത്. ഇതൊരു വെറും സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല, ഇത് ലക്ഷക്കണക്കിന് യുവതി-യുവാക്കളുടെ പ്രതീക്ഷയും നിരാശയുമാണ്. വണ്ടൂരിലെ ഓരോ വീട്ടിലും ഈ പ്രതിസന്ധിയുടെ അലയോലികൾ നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതം നോക്കൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 51% വോട്ട് കിട്ടി. അതൊരു വ്യക്തമായ ഭൂരിപക്ഷമാണ്. പക്ഷെ തൊട്ടു പിന്നാലെ CPIM ഉണ്ട്, 42% വോട്ടുകളുമായി. അതായത് പ്രതിപക്ഷം വളരെ ശക്തമാണ്. ഒരു ചെറിയൊരു ശതമാനം വോട്ട് മാറിയാൽ പോലും കളിയുടെ ഗതി മാറിയേക്കാം. ഇനി ഈ കണക്ക് നോക്കൂ. വണ്ടൂരിലെ പോളിംഗ് ശതമാനം ഓരോ തെരഞ്ഞെടുപ്പിലും കൂടിക്കൂടി വരികയാണ്. 2011 73% തുടങ്ങിയത് 2021 ഏകദേശം 75%. ഇതിൽ നിന്നെന്താ മനസ്സിലാക്കേണ്ടത്? ഇവിടത്തെ ജനങ്ങൾ രാഷ്ട്രീയമായി വളരെ പ്രബുദ്ധരാണ്. അവർ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ താൽപ്പര്യം കാണിക്കുന്നു. അവർ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ തങ്ങളുടെ നിലപാട് ഉറക്കെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഈ ഡാറ്റയുടെയും ജനവികാരത്തിന്റെയും പശ്ചാത്തലത്തിൽ നമുക്ക് സിറ്റിംഗ് MLAയുടെ നിലവിലെ അവസ്ഥ ഒന്ന് ആഴത്തിൽ പരിശോധിക്കാം. ഇതിനായി നമ്മൾ SWOT അനാലിസിസ് എന്നൊരു രീതിയാണ് ഉപയോഗിക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ശക്തി, ദൗർബല്യം, മുന്നിലുള്ള അവസരങ്ങൾ, പിന്നെ നേരിടുന്ന ഭീഷണികൾ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്താണ്? തീർച്ചയായും അനുഭവപരിചയം തന്നെ. 4 തവണ MLA ആയി സംസ്ഥാന മന്ത്രിയായി പ്രവർത്തിച്ച ഒരാൾക്ക് സ്വാഭാവികമായും വലിയ പ്രാദേശിക ബന്ധങ്ങളുണ്ടാകും. മണ്ഡലത്തിലെ ഓരോ മുക്കിലും മൂലയിലും അദ്ദേഹത്തെ അറിയുന്നവരുണ്ടാകും. ഇതൊരു വലിയ രാഷ്ട്രീയ മൂലധനമാണ്. എന്നാൽ നാണയത്തിന് ഒരു മറുവശം കൂടിയുണ്ടല്ലോ. ചില വിവാദങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് കാലം ഒരേയാൾ പ്രതിനിധീകരിക്കുമ്പോൾ ചില വോട്ടർമാർക്ക് ഒരു മടുപ്പ് തോന്നാം. അതിലും പ്രധാനമായി ദിവസവും ജനങ്ങൾ കാണുന്ന റോഡിലെ കുഴികളും തകർന്ന നടപ്പാതകളും. ഇവയൊക്കെ ഭരണത്തിലുള്ളവരുടെ വീഴ്ചകളായി എളുപ്പത്തിൽ വ്യാഖ്യാനിക്കപ്പെടാം. ഇനി അവസരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സമീപകാലത്ത് നടന്ന ദേശീയ തിരഞ്ഞെടുപ്പുകളിൽ UDFന് ഈ മേഖലയിൽ നല്ല മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു അനുകൂല സാഹചര്യം മുതലെടുക്കാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ തൊഴിൽ, റോഡ്, വന്യമൃഗശല്യം പോലുള്ള വിഷയങ്ങളിൽ കൃത്യമായ പരിഹാരങ്ങൾ മുന്നോട്ട് വെച്ചാൽ ഒരു പാർട്ടിയിലും ഉറച്ചു നിൽക്കാത്ത നിഷ്പക്ഷ വോട്ടർമാരെ കൂടെ നിർത്താൻ കഴിഞ്ഞേക്കും. അതേസമയം ഭീഷണികളെ കാണാതിരിക്കാനും കഴിയില്ല. LDFന് ഇവിടെ ശക്തമായ കേഡർ സംവിധാനവും അടിത്തറയുമുണ്ട്. ഇത്രയും കാലം ഭരിച്ച ഒരാൾക്കെതിരെ ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമാണ്. അത് ആളിക്കത്തിക്കാൻ പ്രതിപക്ഷത്തിന് എളുപ്പമാണ്. ഇതിനിടയിൽ ചെറിയ വോട്ട് ശതമാനമേ ഉള്ളുവെങ്കിലും സാമൂഹിക ധ്രുവീകരണത്തിനുള്ള ശ്രമങ്ങളും ഒരു ഭീഷണിയായി നിലനിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സങ്കീർണമായ സാഹചര്യത്തെ എങ്ങനെയാണ് തന്ത്രപരമായി നേരിടുക?
എതിരാളികളെ പ്രതിരോധിക്കാനും ജനങ്ങളെ തങ്ങളിലേക്ക് ആകർഷിക്കാനും ഒരു കൃത്യമായ ആശയവിനിമയ തന്ത്രം വേണം. നമുക്കതിനെ ചതുർമുഖ തന്ത്രം എന്ന് വിളിക്കാം. 4 മുഖങ്ങളുള്ള ഒരു സമഗ്രമായ സമീപനം. ഈ തന്ത്രത്തിന്റെ ആദ്യത്തെ 2 മുഖങ്ങൾ ശ്രദ്ധിക്കൂ. ഒന്ന് ആക്രമണമാണ്, ശിവനെപ്പോലെ. തൊഴിലില്ലായ്മ, വന്യമൃഗശല്യം തുടങ്ങിയ വിഷയങ്ങളിലെ എതിരാളിയുടെ കഴിവുകേടുകളെ ശക്തമായി തുറന്നുകാട്ടുക. രണ്ടാമത്തത് സ്ഥിരതയാണ്, വിഷ്ണുവിനെപ്പോലെ. തങ്ങളുടെ ഭരണകാലത്തെ നേട്ടങ്ങളും അനുഭവപരിചയവും സുസ്ഥിരതയും ഉയർത്തിക്കാട്ടി ഒരു രക്ഷാകവചം തീർക്കുക. അടുത്ത 2 മുഖങ്ങൾ ഭാവിയെക്കുറിച്ചാണ്. ഒന്ന്, ബ്രഹ്മാവിനെപ്പോലെ, സൃഷ്ടി. ടെക് സ്കിൽ സെന്ററുകൾ, പുതിയ ടൂറിസം പദ്ധതികൾ, അങ്ങനെ മണ്ഡലത്തിന് പുതിയൊരു ദിശാബോധം നൽകുന്ന ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുക. നാലാമത്തത് സംരക്ഷണമാണ്, ദുർഗയെപ്പോലെ. കർഷകർ, ന്യൂനപക്ഷങ്ങൾ, ദുർബല വിഭാഗങ്ങൾ ഇവരെയെല്ലാം സംരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകി തങ്ങളുടെ പ്രധാന വോട്ട് ബാങ്കിനെ കൂടെ നിർത്തുക. തന്ത്രങ്ങൾ കടലാസിൽ മനോഹരമായിരിക്കും, പക്ഷെ അത് ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കും, എങ്ങനെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരും? അതാണ് അടുത്ത ഘട്ടം. തന്ത്രങ്ങളെ ഒരു യഥാർത്ഥ കർമ്മപദ്ധതിയാക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇവിടെയാണ് വ്യക്തിപരമായ വിവരങ്ങളുടെ പ്രാധാന്യം വരുന്നത്. ഓരോ വ്യക്തിയുടെയും സമ്മതത്തോടെ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന വ്യക്തിയുടെ അന്തസ്സിനെ മാനിക്കുന്നതിന് തുല്യമാണ്. നോക്കൂ, ഇതൊരു വൺ സൈസ് ഫിറ്റ്സ് ഓൾ സമീപനമല്ല. ഓരോ വിഭാഗം ജനങ്ങളോടും സംസാരിക്കേണ്ടത് അവരുടെ ഭാഷയിലാണ്, അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. യുവാക്കളോട് തൊഴിലിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്ത്രീകളോട് സുരക്ഷയും ഉപജീവനത്തെയും കുറിച്ചാണ് സംസാരിക്കേണ്ടത്. കർഷകർക്ക് വേണ്ടത് വിളനാശത്തിനുള്ള പരിഹാരമാണ്. ഓരോ വിഭാഗത്തിനും വേണ്ടത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി വാഗ്ദാനങ്ങൾ നൽകണം. തെരഞ്ഞെടുപ്പിനെ കാത്തുനിൽക്കാതെ ജനങ്ങൾക്ക് ഉടനടി മാറ്റം കാണാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ചെയ്യുക. ഇതിനെയാണ് നമ്മൾ ക്വിക്ക് വിൻസ് എന്ന് പറയുന്നത്. പെട്ടെന്ന് റോഡുകൾ നന്നാക്കുക, ആശുപത്രിയിൽ പുതിയ സൗകര്യങ്ങൾ കൊണ്ടുവരിക, ഒരു തൊഴിൽ പരിശീലന കേന്ദ്രം തുടങ്ങുക. ഇതൊക്കെ കാണുമ്പോൾ ജനങ്ങൾക്ക് തോന്നും ഇദ്ദേഹം വെറും വാഗ്ദാനങ്ങൾ നൽകുന്ന ആളല്ല, പ്രവർത്തിക്കുന്ന ആളാണെന്ന്. ഇത് വലിയൊരു വിശ്വാസ്യതയുണ്ടാക്കും. അപ്പോൾ നമ്മളിന്ന് വണ്ടൂരിലെ രാഷ്ട്രീയ സാഹചര്യത്തെ പല കോണുകളിൽ നിന്ന് നോക്കിക്കണ്ടു. ഇത് വെറും പാർട്ടികളുടെയോ നേതാക്കളുടെയോ മാത്രം പോരാട്ടമല്ല. ഇത് ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളും വലിയ ദേശീയ രാഷ്ട്രീയ ചർച്ചകളും തമ്മിലുള്ള ഒരു വടംവലിയാണ്. എന്റെ മനസ്സിൽ ഒരു ചോദ്യം ബാക്കിയുണ്ട്. വലിയ ദേശീയ മാധ്യമങ്ങൾ വലിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു സാധാരണ വോട്ടറെ സംബന്ധിച്ചിടത്തോളം അവന്റെ വീടിന് മുന്നിലെ തകർന്ന റോഡിനാണോ അതോ ദേശീയ രാഷ്ട്രീയത്തിനാണോ കൂടുതൽ പ്രാധാന്യം? നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുന്നത് എന്താണ്? If you want to become a people-centric leader and uplift your constituency, get in touch with blueprintstrategies.ai at mgr@blueprintstrategies.ai or call 080-420-41602. Purpose beyond politics.